കൊടുങ്ങല്ലൂരിൽ ഒ.ജെ. ജനീഷ് തന്നെയായിരിക്കും UDF സ്ഥാനാർത്ഥിയെന്ന് KPCC ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ. മാളയിൽ ഒ.ജെ. ജനീഷ് നടത്തിയ ഉപവാസ സമരത്തിന്റെ സമാപന വേദിയിലായിരുന്നു TU രാധാകൃഷ്ണന്റെ പ്രഖ്യാപനം. തികഞ്ഞ ഉത്തരവാദിത്തത്തോടെയാണ് താനിത് പറയുന്നതെന്നും TU രാധാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. ഒരു സംശയവും വേണ്ട, കളങ്കമില്ലാത്ത ഒരു ചീത്തപ്പേരും കേൾക്കാത്ത നമ്മുടെ എല്ലാം സഹോദരനായ ജനീഷാണ് ഇവിടെ മത്സരിക്കാൻ പോകുന്ന UDFന്റെ സ്ഥാനാർത്ഥി. ഒരു സംശയവും ആകാര്യത്തില്ല. ഞാൻ KPCCയുടെ ജനറൽ സെക്രട്ടറി എന്ന പേരിലാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. മാളയിൽ കോൺഗ്രസ് നടത്തിയ ഉപവാസ സമരത്തിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരുന്നു KPCC ജനറൽ സെക്രട്ടറിയുടെ പ്രഖ്യാപനം. കൊടുങ്ങല്ലൂരിൽ പാഴായ 10 വർഷങ്ങളാണ് കടന്നുപോയത്. വികസനം പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങി, TU രാധാകൃഷ്ണൻ പറഞ്ഞു. കളങ്കമില്ലാത്ത ആ മനസ്സും ആ വ്യക്തിത്വവും നമുക്ക് എന്നും മുതൽക്കൂട്ടായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജാതി മത ചിന്തകൾക്കപ്പുറത്ത് ജനീഷിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ കൊടുക്കാൻ, ഇവിടെ നടന്നു എന്ന് പറയുന്ന വികസന പ്രക്രിയകൾ ഇല്ല എന്ന് പറയാനാണ് നമ്മൾ ഇന്നിവിടെ ഈ ധർണ സംഘടിപ്പിച്ചത്, ഈ ഉപവാസം സംഘടിപ്പിച്ചത്. വിവിധ ആവശ്യങ്ങളും നടപ്പാക്കാൻ കഴിയാതെ പോയ പദ്ധതികളും ചൂണ്ടിക്കാട്ടിയാണ് UDF മാളയിൽ ഒ.ജെ. ജനീഷിന്റെ നേതൃത്വത്തിൽ ഉപവാസം നടത്തിയത്. രാവിലെ ആരംഭിച്ച ഉപവാസം AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളാണ് ജനാധിപത്യത്തിൽ യജമാനന്മാർ, ജനങ്ങളാണ് ജനാധിപത്യത്തിൽ തമ്പുരാക്കന്മാർ. ജനങ്ങളാകുന്ന യജമാനന്മാരെ സേവിക്കുന്ന സേവകന്മാർ മാത്രമാണ് ജനപ്രതിനിധികൾ. പഞ്ചായത്ത് മെമ്പറായാലും, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായാലും, ജില്ലാ പഞ്ചായത്ത് മെമ്പറായാലും, MLA ആയാലും, MP ആയാലും സേവകന്മാർ മാത്രമാണ്. അവർ ജനങ്ങളുടെ വികാരത്തിനനുസരിച്ച്, ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് രാഷ്ട്രീയ കൊടികളൊന്നും നോക്കാതെ ജനവികാരം മാനിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി നന്മയും ക്ഷേമവും വികസനവും ചെയ്യുന്നവരാണ് ജനപ്രതിനിധികളാകേണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ അതല്ല ഇവിടെ ഉണ്ടായത്. അത് അഷ്ടമിച്ചിറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ കാര്യത്തിലായാലും ഇങ്ങനെ തുടങ്ങി. ഇവിടെ ഓരോന്ന് എടുത്തു പറഞ്ഞാൽ ഇവിടെ വരുമ്പോ ഈ കാണുന്ന ഈ മാള സെന്റർ എങ്ങനെ ഉണ്ടായി? ഈ മാള സെന്റർ എവിടെയായിരുന്നു? മാള സെന്ററിൽ ഈ ഭൂമി എവിടെയായിരുന്നു? ഒ.ജെ. ജനീഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഔദ്യോഗികമല്ലാതെ തന്നെ തുടക്കം കുറിക്കുന്ന പരിപാടിയായി ഉപവാസ സമരം മാറി. കൊടുങ്ങല്ലൂരിന്റെ വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് പ്രവർത്തകർ അഭിവാദ്യമർപ്പിക്കാനെത്തി. മുൻ MLA-മാരായിരുന്ന TN പ്രതാപനെയും TU രാധാകൃഷ്ണനെയും ഉദ്ഘാടകരാക്കിയും ഘടകകക്ഷി നേതാക്കളെ വിളിച്ചുവരുത്തിയും അണികളിൽ തെരഞ്ഞെടുപ്പ് ആവേശം നിറയ്ക്കാനും ഒരു ചുവട് മുന്നേ നീങ്ങാനുമാണ് കൊടുങ്ങല്ലൂരിൽ കോൺഗ്രസിന്റെ തീരുമാനം. LDF, NDA സ്ഥാനാർത്ഥികളുടെ വരവോടെ ഈ ആവേശം നിലനിർത്തുക എന്നതാണ് UDFന്റെ വെല്ലുവിളി. മീഡിയ ടൈം, മാള.